അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തളിപ്പറമ്പിൽ നമുക്കൊരു അതിഥിയുണ്ട്. തളിപ്പറമ്പിൽ അതിഥിയല്ല, നമ്മളെ സ്വീകരിക്കാൻ വന്നിരിക്കുന്ന ആതിഥേയ എന്ന് പറയാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ടീച്ചർ വന്നാട്ടെ. ടീച്ചറാണ്. ടീച്ചറിന്റെ മുന്നിൽ ടീച്ചറും ഞാനൊരു കുട്ടിയും കൂടിയാ. ടീച്ചർ പറശ്ശിനിക്കടവിൽ ഇടയ്ക്ക് വരാറുണ്ടാ? എപ്പോഴും വരാറുണ്ട്. എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് നിരന്തരമായി പറശ്ശിനിക്കടവിലേക്ക് വരാറുണ്ട്. പറശ്ശിനിക്കടവിലുണ്ട്. ഇപ്പൊ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മുമ്പിൽ വന്നാലേ എന്താ ചോദിക്കുക? ഒരുപക്ഷെ 22,000 മോളിൽ പോണോന്നാണോ ചോദിക്കുക? അതോ നേരത്തെ റോഷിവാൽ പറഞ്ഞ പോലെ സമാധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയണേന്നാണോ? സമാധാനമായി തെരഞ്ഞെടുപ്പ് കഴിയണം. തെരഞ്ഞെടുപ്പ് കഴിയണം. ടീച്ചറുടെ വിഷയം എന്തായിരുന്നു? ഡിഗ്രി ഇതില് സബ്ജക്ട് ഏതായിരുന്നു? സബ്ജക്ട് ഹിന്ദി മെയിനെടുത്ത ഡിഗ്രി. ഹിന്ദി മെയിനെടുത്താണ് ശ്യാമള ടീച്ചറുടെ ഡിഗ്രി കഴിഞ്ഞത്. PK ശ്യാമള ടീച്ചർ അപ്പൊ തളിപ്പറമ്പിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. ഇതുവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മത്സരിച്ചിട്ടുള്ളൂ. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോരാട്ടമാണ്. അതിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് ചില അപശബ്ദങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു. അപ്പൊ മനസ്സൊന്ന് പെടഞ്ഞോ? ഒന്ന് വിഷമിച്ചോ? ഇല്ല, അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടല്ലല്ലോ, പാർട്ടിയാണല്ലോ ഇത് തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പാർട്ടി എന്നതിൽ പാർട്ടി പുറകെ തന്നെയുണ്ട്. അപ്പൊ അത് വ്യക്തിപരമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടിയാണ് പിന്നിലെ കരുത്ത്. അതെ അതെ അല്ലേ? അതെ അതെ. ടീച്ചറിന്റെ ചരിത്രത്തെ കുറിച്ച് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു. മട്ടന്നൂർ NSS കോളേജിൽ അന്ന് വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. അതോ മറ്റൊരു വൈസ് ചെയർമാനായിരുന്നു. വൈസ് ചെയർമാനായിരുന്നു. 81-82 വൈസ് ചെയർമാനായിരുന്നു. 82-83 ചെയർമാൻ കാൻഡിഡേറ്റ് മത്സരിച്ചിരുന്നു. പക്ഷെ ജയിച്ചിട്ടുണ്ടായിട്ടില്ല. അത് ചെയർമാൻ തോറ്റുപോയി. ആരെ തോപ്പിച്ചേ? അത് KSUവിന്റെ ഒരു സ്വാധീനം. ശരിക്കും മട്ടന്നൂർ KSUവും SFIയും സ്ട്രോങ് ആയിരുന്നു. SFI ആദ്യമായിട്ട് മട്ടന്നൂർ കോളേജിൽ SFI ജയിക്കുന്നത് 81 ഞങ്ങളുടെ വെച്ചിലാണ്. അതുവരെ KSUവിന്റെ കുത്തകയായിരുന്നു കോളേജിനകത്ത് KSU. പ്രത്യേകിച്ച് കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തളിപ്പറമ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1970 ഒരൊറ്റ തവണ മാത്രമേ തളിപ്പറമ്പിൽ മാറിയിട്ടുള്ളൂ, അല്ലെ? അതിനുശേഷം ഇങ്ങോട്ട് ഇടതോട്ട് ചേർന്നിരിക്കുന്ന മണ്ണാണ്. അപ്പൊ ഇടതിന് വളരെ വളക്കൂറുള്ള ഒരു മണ്ണാണ്. അപ്പൊ ആ രീതിയിൽ ടെൻഷൻ ഇല്ല. ഇല്ല ഇല്ല ഇല്ല, ഇടതുപക്ഷത്തിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതിന്റെ ഭാഗമായി ടെൻഷനൊന്നുമില്ല. ഈ ടീച്ചറെ സാധാരണ മട്ടന്നൂർ പഠിക്കുന്ന സമയത്ത് NSS കോളേജാണ്. അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് SFI എന്നൊരു ചോയ്സ് എടുത്തു? ആ സമയത്ത് എന്തായിരുന്നു അത്? എനിക്കുണ്ടായി. ഞാൻ ഫസ്റ്റ് PDCക്ക് പോവാണ്. ഞാൻ PDC നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞാൽ മനസ്സിലായില്ല. PDC എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി കോഴ്സ് അല്ലേ? പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ +1 +2. അപ്പൊ ഞാൻ കോളേജിലേക്ക് പോകുന്നത് ഫസ്റ്റ് 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അപ്പൊ എന്റെ നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. നമ്മൾ ഗ്രാമപ്രദേശത്തു നിന്നാണ് പോകുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് PDC കോളേജിനകത്ത് പോയാൽ ധാരാളം 190 കുട്ടികളുടെ ക്ലാസ്സാണ്. അപ്പൊ അന്ന് KSUവിന്റെ കുത്തക കോളേജിനകത്ത്. അപ്പൊ ഈ ഇന്റർവെൽ ടൈമിലൊക്കെ കുറെ SUക്കാർ ക്ലാസ്സിലേക്ക് വരികയും പെൺകുട്ടികളൊക്കെ റാഗിംഗ് മോഡലിൽ പെരുമാറുകയും ചെയ്യും. യൂണിയൻ KSUവിന്റെ ആണ്. അതെ, യൂണിയൻ KSU ആണ്. KSU ആണ് അവിടെ മെജോറിറ്റി. അപ്പോ വരാന്തയിലേക്ക് കൂടെ ഒരു മെലിഞ്ഞ പെൺകുട്ടി പോകുന്നുണ്ട്. അതന്ന് SFI നേതാവാണ് അവിടുത്തെ RK വൈജയന്തി. അപ്പൊ ഈ ഓർമ്മയുണ്ട് വൈജയന്തി ഇപ്പോഴും അറിയാമോ? അവരിപ്പോ HML ഒക്കെ പിരിഞ്ഞു. അപ്പൊ അവര് വരാന്തയിലേക്ക് കൂടെ പോകുന്ന നേരം ഈ കുഴപ്പമുണ്ടാക്കാൻ വന്ന ഒരു വാതിലിന്റെ മറയിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അത് SFI നേതാവാണ്, അവര് ഇവർക്ക് പേടിയെന്ന്. അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു എനിക്ക് അന്നേരം തന്നെ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അന്ന് വിദ്യാർത്ഥികളുടെ ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് SFIയെ കാണുകയും അങ്ങനെയാണ് ഞാൻ പിന്നീട് അന്ന് വൈജയിച്ച് 18 DC ആണ്. അപ്പൊ വൈജയിച്ച് ഡിഗ്രി കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ 78-79 ആകുമ്പോഴേക്ക് സെക്കൻഡ് പ്രീ ഡിഗ്രി ആണ്. അപ്പൊ ഞാനൊരു SFI പെൺകുട്ടികളുടെ നേതാവായിട്ട് അവരെ ഇടയിൽ പ്രവർത്തിക്കാൻ. അങ്ങനെയാണ് പിന്നീട് SFI ഏരിയ കമ്മിറ്റി മെമ്പർ, പിന്നീട് ഏരിയ ജോയിന്റ് സെക്രട്ടറി, അങ്ങനെയൊക്കെ വന്നിരുന്നു. അതിനുശേഷം DYFI വരുന്നു. പിന്നീട് CPMന്റെ ഭാഗമാവുന്നു. അങ്ങനെ DYFI അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ അല്ലെ? ഇപ്പൊ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ കമ്മിറ്റി. DYFI DC മെമ്പർ ആയിട്ടുണ്ടാവുള്ളൂ. ഞാൻ SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി, DYFI DC മെമ്പർ. അതുപോലെ തന്നെ ഞാൻ താമസിക്കുന്നത് എന്റെ സ്വന്തം നാട് ഉളിയിലാണ്. പക്ഷെ ഇന്നത്തെ ഇരിട്ടി മുനിസിപ്പാലിറ്റി ഭാഗമായ ഒരു പഞ്ചായത്തായിരുന്നു തിരുവച്ചാവശ്ശേരി പഞ്ചായത്ത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവിടുത്തെ മഹിളാ അസോസിയേഷന്റെ വില്ലേജ് സെക്രട്ടറി ആവുന്നുണ്ട്, ഏരിയ ജോയിന്റ് സെക്രട്ടറി ആവുന്നുണ്ട്. ശൈല ടീച്ചർ ഏരിയ സെക്രട്ടറി ആകുമ്പോൾ ഞാൻ മഹിളാ അസോസിയേഷൻ ഏരിയ ജോയിന്റ് സെക്രട്ടറിയാണ്. അന്നേരം തന്നെ ഈ സ്ത്രീ പ്രശ്നങ്ങൾ ഇടപെടുകയും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം. ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, ശ്യാമള ടീച്ചർ അല്ലേ? എല്ലാവരും ടീച്ചർമാരാ. അത് വേറൊരു പ്രത്യേകത. ഇങ്ങനെ എനിക്കൊന്ന് ഈ ത്രയങ്ങൾ ഇങ്ങനെ വന്നിട്ടില്ല. ഇന്നിപ്പം ഈ 3 ടീച്ചർമാരുമുള്ള റോഡ് ഷോ ഇന്ന് റോഡ് ഷോ പൊളിക്കും കേട്ടോ. ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഉണ്ടോ? 3 പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു റോഡ് ഷോ കൂടി ഇന്നിപ്പോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സംഭവം വെറൈറ്റി ആയിരിക്കും.